ശില്പശാല അടച്ചുപൂട്ടിയതോടെയാണ് നഗരത്തിലെ മാലിന്യ സംസ്കരണം അവതാളത്തിലായത്. പകർച്ചവ്യാധികൾ പടരുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. തലസ്ഥാന നഗരത്തിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആരോപണം. ഏറ്റവും കൂടുതൽ എലിപ്പനി ഭീഷണിയുള്ള നഗരമാണ് തിരുവനന്തപുരം. ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നില്ലെങ്കിൽ പകർച്ചവ്യാധി പടരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പലയിടങ്ങളിലും റോഡരികുകളിലാണ് മാലിന്യം കത്തിക്കുന്നത്. ജൂൺ ആദ്യവാരം തന്നെ സംസ്ഥാനത്ത് കാലവർഷം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ കൊച്ചിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കൊച്ചി കോർപ്പറേഷനിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക സമിതി വിവിധ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കാന വൃത്തിയാക്കുന്നതിനാണ് പ്രധാന ഊന്നൽ. എന്നാൽ മെട്രോ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഭാഗികമായി കോഴിക്കോട് ആരംഭിച്ചെങ്കിലും മഴ ശക്തമായാൽ നഗരത്തിലുണ്ടാവുന്ന വെള്ളക്കെട്ടിന്റെ കാര്യത്തിലാണ് തീരുമാനമാവാത്തത്. ജില്ലയിലെ മലയോര മേഖലകളിൽ നേരത്തെ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും നഗരത്തിലെ സ്ഥിതി മറിച്ചാണ്. കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കാൻ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത ശുചീകരണ ശില്പശാലയിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ തീരുമാനമാകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. മീഡിയ 1 തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്.